മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. സുപ്രീം കോടതി അഭിഭാഷകനും KMCC നേതാവുമായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരം പാണക്കാട് ഹാളിൽ ചേരുന്ന യോഗത്തിന് ശേഷമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ചില മുതിർന്ന നേതാക്കൾക്കും യൂത്ത് ലീഗിനും ഹാരിസ് ബീരാന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കടുത്ത അമർഷമുണ്ട്. തിരുവനന്തപുരത്ത് സലീം മാലിക് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സലീം, ലീഗിനകത്ത് തന്നെ ഈ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് വലിയ എതിർപ്പുകൾ ഉയർന്നു വരികയാണ്. യൂത്ത് ലീഗിനകത്ത് നിന്നും എതിർപ്പുകളുണ്ട്. ഈ എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാനാണോ സാധ്യത? ഗോപി, ഏറെക്കുറെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എന്ന പേര് ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന് ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ മാത്രം ഒരു ഫോർമാലിറ്റി മാത്രമാണ് ബാക്കിയുള്ളത്. അതേസമയം ഒരു എതിർപ്പ് അവിടെ നിൽക്കുന്നെങ്കിൽ പോലും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഉൾപ്പെടെയുള്ള പിന്തുണയാണ് ഹാരിസ് ബീരാനെ തുണയാവുന്നത്. പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെ രാജ്യസഭയിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനമാണ് ആ പേരിലേക്ക് തന്നെ ചുരുങ്ങാനുള്ള ഒരു കാരണം. എന്തായാലും അല്പസമയത്തിനകം തന്നെ അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും. നിയമസഭയിൽ ഇപ്പോൾ ഉള്ള PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ അടിയന്തര പ്രമേയ ചർച്ച ആരംഭിച്ചതിന് ശേഷം ഈ യോഗത്തിന് പാണക്കാട് ഹാളിൽ നടക്കുന്ന യോഗത്തിലേക്ക് പോകും. അതിനുശേഷം അത് ഔദ്യോഗിക തീരുമാനമായതിനു ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപനം കൂടി ഉണ്ടാകും. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ചില പേരുകൾ കൂടി ലീഗിന്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഒരു എതിർപ്പ് ഉണ്ടായിരുന്നു ഹാരിസ് ബീരാന്റെ പേര് ഉയർന്നു വരുന്നത്. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമല്ലാതിരുന്ന ആൾ എന്ന നിലയിലാണ് ആ എതിർപ്പ് ഉണ്ടായിരുന്നത്. അതേസമയം യൂത്ത് ലീഗിന്റെ നിലയിൽ യൂത്ത് ലീഗ് VK ഫൈസൽ ബാബു ഉൾപ്പെടെയുള്ളവരുടെയും PK ഫിറോസിന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ സജീവമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും പരിഗണിക്കപ്പെടാത്തതിൽ യൂത്ത് ലീഗിനും അമർഷമുണ്ട്. പ്രത്യേകിച്ചും ഈ ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തിൽ രണ്ടുപേർ കഴിഞ്ഞ തവണ മത്സരിച്ച അതേ രണ്ടുപേരെ തന്നെ ഇത്തവണ നിലനിർത്താൻ തീരുമാനിച്ചപ്പോൾ രാജ്യസഭാ സീറ്റ് വരുമ്പോൾ യുവാക്കളെ പരിഗണിക്കാമെന്നൊരു ഉറപ്പ് ലീഗ് നേതൃത്വം കൊടുത്തിരുന്നു. ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു എതിർപ്പിന്റെ കാരണം. അപ്പോഴും നിലവിൽ പറയുന്നത് ദേശീയ തലത്തിൽ ഈ ലീഗിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ നൽകുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഉൾപ്പെടെ നൽകുന്ന കേസുകൾ, ആ കേസുകൾ പരിഗണിക്കുന്നത് ആ കേസുകളിൽ അഭിഭാഷകനായി സുപ്രീം കോടതിയിൽ എത്തുന്നത് ഹാരിസ് ബീരാനാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിലൊരു ദേശീയ ശ്രദ്ധയുള്ള മുഖമാണ്. അങ്ങനെ ഹാരിസ് ബീരാനെ പരിഗണിക്കാമെന്നുള്ളതാണ് ലീഗ് നേതൃത്വത്തിന്റെ, സംസ്ഥാന നേതൃത്വത്തിന്റെ നിലവിലുള്ള തീരുമാനം. അതുകൊണ്ട് മറ്റൊരു പേരിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് എതിർപ്പുകളെ അവഗണിച്ച് തന്നെ ആ പേരിലേക്ക് തന്നെ ചുരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് അതിൽ ബാക്കിയായുള്ളത്. ശരി, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ തന്നെയായിരിക്കും മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാവുകയാണ്. ഇനി ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമാണ്. ലീഗിനകത്ത് തന്നെ ചില അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഈ പേരുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ വിഭാഗത്തിൽ നിന്നും ഒരു എതിർപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ദേശീയ മുഖം എന്ന നിലയിലൊക്കെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ തന്നെ ഈ സ്ഥാനാർത്ഥിയാക്കി മാറ്റാം, നിലനിർത്താം എന്ന തീരുമാനത്തിലേക്ക് ലീഗ് എത്തുകയാണ്. ഇനിയിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുന്നു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.